എന്നാലേ കാക്കി കണ്ട ജനം ആദരിക്കും, ഇല്ലെങ്കിൽ അനാദരവ് കാണിക്കും. അതിനിട വരുത്തരുത്. റിക്വസ്റ്റ് ആണ്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കാം. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ വിളിച്ചാൽ മതി. എല്ലാ തെളിവുകളുമായി ഞാൻ നേരിട്ട് വരാം. ഇവിടെ നമ്മൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് നമുക്ക് ഉത്തമ ബോധ്യമുള്ളിടത്തോളം കാലം ആർക്ക് മുന്നിലും തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കാൻ പറ്റും. വിഷ്ണുവേട്ടൻ അത് ചെയ്തിട്ടില്ലെന്ന് അറിയാവുന്നിടത്തോളം കാലം ഞാൻ വിഷ്ണുവേട്ടനൊപ്പം തന്നെ ഉണ്ടാവും. അതിന്റെ പേരിൽ ഉണ്ടാവുന്ന ഏത് രീതിയിലുള്ള കേസും നേരിടുകയും ചെയ്യും. താനിപ്പോ പൊയ്ക്കോ. ആവശ്യം വന്നാ ഞാൻ വിളിപ്പിച്ചോളാം. തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. പക്ഷേ അതൊരു നിരപരാധി ആവരുതെന്ന് മാത്രം. അതെ, എടുക്കുന്നുണ്ടോ? ഞാൻ കുറച്ചു നേരമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അതെ, പണ്ടത്തെ പ്രായമൊന്നുമല്ല, വയസ്സായൊക്കെ വരുവാണേ. പിന്നെ എനിക്ക് 3-4 കൈയൊന്നുമില്ല. പറയുമ്പോ എത്രയും പെട്ടെന്ന് മുന്നിൽ കൊണ്ടുവച്ച് തരാൻ വേണ്ടിയിട്ട്. എനിക്കറിയില്ലേ എന്റെ രാഘവേട്ടൻ, ഞാനൊന്ന് കൊണ്ടുവരട്ടെ. തീർന്നു വെച്ചാൽ എങ്ങനെയാ? ഇവിടെ വിശന്നിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം, എന്നാ ഒന്നും അറിയാൻ പാടില്ല എന്ന മട്ടില്ല രാഘവേട്ടന്റെ പെരുമാറ്റം. അതെ, ഇനി എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോഴേ എല്ലാവർക്കും നിർദ്ദേശിച്ച് തന്നെ വിളിച്ചാൽ മതി. ഓരോന്നിട്ട് എടുത്തോണ്ട് വരാൻ ഓരോ മണിക്കൂറാ. ഓ, അങ്ങനെ നിരത്തി വെച്ചിട്ട് വേണം. ചൂട് പോയിന്നും പറഞ്ഞോണ്ട് ഇവിടെ കിടന്ന് ഒച്ച വെക്കാന്. ഓ, വളരെ കുറിച്ച് വെച്ചോളാം. ഇങ്ങോട്ട് ഒഴി. നീ എന്തൊന്നും പറയാത്തെ? ഞാൻ നിങ്ങൾ പറയുന്നതിനൊക്കെ മറുപടി പറഞ്ഞോണ്ടിരിക്കല്ലേ. ഇനി പ്രത്യേകിച്ച് എന്താ പറയേണ്ടത്? അതല്ല, നമുക്ക് നമ്മളെ വീട്ടിൽ പോകുന്ന കാര്യത്തെ കുറിച്ചേ ഇതുവരെ നീ ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ. പോണോന്നോ പോണ്ടെന്നോ ഒന്നും പറഞ്ഞില്ലല്ലോ. അതെന്താണെന്ന് ഞാൻ ചോദിക്കുന്നേ. ആ, വിഷ്ണു വന്നു തോന്നുന്നു. എന്നാ പിന്നെ നീ അവനോട് എടുത്തു നോക്ക്. നീ എടുത്തു വെക്ക ഭാമ അങ്ങോട്ട്. എന്റെ രാഘവേട്ട, അവനൊന്ന് അകത്തോട്ട് വരട്ടെ. ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ. സത്യമേ, കമല ശബ്ദമാണല്ലോ അത്. കേറി പോരാ. ഇങ്ങോട്ട് വാ. ആഹാ, നല്ല സമയത്തോളം ഞാൻ വന്നത്. ഓട്ടോന്റെ താക്കോൽ. അവനെന്തേ വിഷ്ണു? അപ്പൊ ആശാന് ജോലി കിട്ടിയ വിവരാശാൻ വിളിച്ചു പറഞ്ഞില്ലായിരുന്നോ? അല്ല, സാബൂർക്കി സാർ വിളിച്ചു പറഞ്ഞ് ഇന്റർവ്യൂ എന്നാന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ജോലി കിട്ടിയാലും അവൻ പറഞ്ഞില്ല. എടാ, ജോലി എവിടെയാ കിട്ടിയത്? അത് പിന്നെ ഡ്രൈവർ പണിയാണെങ്കിലും കിട്ടിയിരിക്കുന്ന നല്ല അടിപൊളി സ്ഥലത്താ. എവിടെയാ? എടാ, നീ ഇതിൽ എവിടെ കിട്ടിയെന്ന് പറഞ്ഞില്ലല്ലോ. അതല്ലേ രസം. ഈ ഭാര്യയ്ക്കും ഭർത്താവൻ ഒരു സ്ഥലത്തല്ലേ ജോലി. മനസ്സിലായില്ല. കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ ഡ്രൈവറായിട്ടല്ലേ നമ്മുടെ ആശാൻ ജോലിക്ക് കയറിയിരിക്കുന്നേ. പോകുന്നതും വരുന്നതും ഒക്കെ ഇനി ഒരുമിച്ചാവാലോ. ആഹാ, രണ്ടുപേരും ഇവിടെ വന്നിരിക്കുക. അല്ല, നിങ്ങൾ രണ്ടാളും ശാരികാന്റിയെ ശല്യപ്പെടുത്തൊന്നുമല്ലല്ലോ? അല്ല ശാരദാമ്മേ, ഞങ്ങള് പുതുതായി വരാൻ പോകുന്ന കുഞ്ഞുമാവയ്ക്ക് പേരുകൾ കണ്ടുപിടിക്കുക. പെൺകുട്ടിക്കുള്ള പേര് ഞാനാ ഇടുന്നേ. ആൺകുട്ടിയാണെങ്കിൽ ഞാൻ പേരിടും. ഓഹോ, അത് കൊള്ളാലോ. അല്ല, അപ്പൊ അത് നിങ്ങളെപ്പോലെ ഇരട്ട കുട്ടികളാണെങ്കിലോ? എടി, ഇരട്ടക്കുട്ടികളോ? ഞങ്ങള് രണ്ടുപേരും ഇരട്ടക്കുട്ടികളാണോ?
ഇരട്ട കുട്ടികളെന്ന് വെച്ചാ ഒരമ്മയുടെ വയറ്റിൽ ജനിക്കുന്നവരെന്നല്ലേ? ട്വിൻസ്. ഞങ്ങളെങ്ങനെ ട്വിൻസ് ആവും? മക്കളെ അതെ, അത് അത് ശാരിക ആന്റി ചുമ്മാ പറഞ്ഞതാ. നിങ്ങൾ എങ്ങനെയാ ഇരട്ട കുട്ടികളാവുന്നേ? നിങ്ങള് രണ്ടമ്മമാരുടെ വയറ്റിൽ പിറന്നതല്ലേ? അല്ലേ അമ്മേ? പിന്നല്ലാതെ ഈ ശാരികാന്റിക്ക് ഒന്നും അറിഞ്ഞൂടാ. നീ പാലം കുടിച്ചേ. ഒറ്റയാണെങ്കിലും ഇരട്ടയാണെങ്കിലും ആരോഗ്യം ഉണ്ടാവട്ടെ, അല്ലേ മക്കളെ? എന്നാലും ശാരദാമ്മേ, ഇങ്ങനെ ജനിക്കുന്ന കുട്ടികളുടെ ബർത്ത്ഡേയും ഒരുമിച്ചായിരിക്കില്ലേ? മോളെ, അതൊക്കെ നമ്മൾ എന്തിനാ നോക്കുന്നേ? ശാരികാന്റിക്ക് എന്തായാലും ഇരട്ട കുട്ടികളായിരിക്കൂല, പോരെ? പിന്നെ മക്കളെ, നിങ്ങൾക്ക് ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ. നല്ല മിടുക്കി കുട്ടികളായിട്ട് പോയിട്ട് പാലെടുത്ത് കുടിച്ചേ. ചേച്ചിയമ്മേ, ഈ ട്വിൻസായി ജനിക്കുന്നവര് ഒരേപോലെയല്ലേ ഇരിക്കത്തുള്ളൂ? പിന്നെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. മാത്രമല്ല പിന്നെ ഭയങ്കര സ്നേഹമായിരിക്കും. എങ്കിൽ നിങ്ങൾ ട്വിൻസായാ മതിയായിരുന്നു.